പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുതേ. ഇതിന് കുറച്ച് പ്രത്യേകതയുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരിയുടെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ ഈ മാങ്ങ തന്നെ വേണം. 5 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടി 1 കപ്പ് തൈരും 1/2 കപ്പ് തേങ്ങയും വേണം. മാങ്ങ നല്ലതുപോലെ കഴുകിയതാണ്. അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം എടുത്തു മാറ്റാം. ഈ മാങ്ങയുടെ പേര് ചക്കരക്കണ്ടി അങ്ങനെ എന്തോ ആണ്. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റും മധുരവുമാണ്. അതുപോലെ ഇതിനകത്തുള്ള സീഡ് വളരെ ചെറുതാണ്. ഇനി കഴുകേണ്ട ആവശ്യമില്ല. വേറൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. പുളിയുള്ളതും തൈര് ചേർത്തുണ്ടാക്കുന്ന കറികളും മൺചട്ടിയിൽ പാകം ചെയ്യുന്നതാണ് നല്ലത്. മാങ്ങ വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ 1/2 ഗ്ലാസ് കൂടി ചേർക്കാം. അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. തേങ്ങ അരയ്ക്കാനായിട്ട് തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്ത് വെണ്ണ പോലെ അരയണം. മാമ്പഴം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി ഇട്ട് കൊടുക്കാം. സാധാരണ മാമ്പഴ പുളിശ്ശേരിയിൽ ഞാൻ മധുരം ചേർക്കാറില്ല. പക്ഷേ ഈ മാമ്പഴ പുളിശ്ശേരിയിൽ, കുറുക്ക് മാമ്പഴ പുളിശ്ശേരിയിൽ മധുരം ചേർക്കണം. ശർക്കര ഉരുക്കിയെടുത്തതാണ്. 2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ മധുരം ചേർക്കണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ കൂടി ചേർക്കാം. കൂടുതൽ മധുരമായാൽ അതൊരു പായസം പോലെ തോന്നും. ഈ ഒരു അളവാണ് എനിക്കിഷ്ടമായത്. മാങ്ങയിൽ നിന്നും ജ്യൂസൊക്കെ ഇറങ്ങി കുറച്ച് ഉടഞ്ഞു കിട്ടണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയുമാണ്. കുറുക്ക് പുളിശ്ശേരി സാധാരണ പുളിശ്ശേരിയേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. സാധാരണ പുളിശ്ശേരി ചോറിനോടൊപ്പം ഒഴിച്ച് കഴിക്കുന്ന ഒരു കറിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് വീണ്ടും അവസാനം ചേർക്കാവുന്നതാണ്. സാധാരണ ഒരു കറിക്ക് ഞാൻ അങ്ങനെ ശർക്കര ചേർക്കാറില്ല. എന്തോ എനിക്കത് ഇഷ്ടമില്ല. തിരുവനന്തപുരം ഭാഗത്ത് അങ്ങനെ മധുരം ചേർത്ത കറികൾ കുറവാണ്. പക്ഷേ ഇതിന് ഉറപ്പായിട്ട് ശർക്കര ചേർത്തിരിക്കണം. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. തേങ്ങ ഇതുപോലെ വെണ്ണ പോലെ അരഞ്ഞിരിക്കണം. ബാക്കിയുള്ള തൈര് കൂടി അതിലേക്ക് ചേർത്ത് 1 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതി. ആവശ്യമെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി പിന്നീട് ചേർക്കാം. മാമ്പഴം വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കാം. നല്ലതുപോലെ യോജിപ്പിക്കാം. വേണമെങ്കിൽ മാങ്ങ ചെറുതായി സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നോക്കി മാത്രമേ ചേർക്കാവൂ. കറി ഇരിക്കും തോറും കുറച്ചുകൂടി കുറുകി വരും. അതുകൊണ്ട് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ചുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. പച്ചവെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഇതിലേക്ക് ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കണം. കറി തിളച്ച് പോകരുത്. നല്ലതുപോലെ ചൂടായി ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. മാമ്പഴം വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ അരപ്പ് ചേർത്തതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൂടി ചേർക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത്രയും മതി. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാകും. അത് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം.
1/4 ടീസ്പൂണിന് താഴെ ഉലുവ കൂടി ചേർക്കാം. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ, എല്ലായിടത്തും ആവശ്യം പോലെ മാങ്ങയുണ്ട്. ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ്. ഇതിന് കുറച്ച് വില കൂടുതലാണ്, എങ്കിലും നല്ലൊരു കറി കഴിക്കാനായിട്ട് നമ്മൾ വില നോക്കാറില്ലല്ലോ. സാധാരണ മാമ്പഴം വെച്ചും നമുക്കിതുപോലെ കുറുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എന്തായാലും അങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാം. ഡയറ്റൊക്കെ നോക്കി ഫുഡ് കഴിക്കുന്നവർ ഇന്ന് ഡയറ്റൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ചോറൊക്കെ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിയണം. ഞാൻ സാധാരണ ഡയറ്റ് എടുക്കുന്ന കൂട്ടത്തിലല്ല. കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറച്ച് എടുക്കും, അത്രയേ ചെയ്യുള്ളൂ. അല്ലാതെ ചോറും നമ്മുടെ നാടൻ കറികളും ഒക്കെ തന്നെയാണ് ഇഷ്ടം. അത് ഒഴിവാക്കിയിട്ട് ഒരു ഡയറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് എടുക്കാനും താല്പര്യമില്ല. നമുക്കിഷ്ടമുള്ള ഫുഡ് മാറ്റി വയ്ക്കുന്നതിനേക്കാളും നമ്മൾ കഴിക്കുന്ന അളവ് കുറച്ച് കഴിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അതുപോലെ എല്ലാ ദിവസവും 3/4 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്താലും മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.